ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീഫ് റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ 1 കിലോ ബീഫ് നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്ന മസാലപ്പൊടിയായിട്ട് ഞാൻ മഞ്ഞൾ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നല്ലോണം മാരിനേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്രമാത്രം ചെറിയുള്ളി ഇടാൻ പറ്റുമോ അത്രയും നല്ലത്, ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അത് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുരുമുളകും പിന്നെ നമുക്ക് പെരിഞ്ചീരകം അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മല്ലിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്, എൻ്റെ മൂത്തമ്മ പൊടിച്ചുണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് അത് വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് നല്ലോണം റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ ചെറിയ തീയിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് അതവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ബീഫ് നല്ലോണം കുക്കായിട്ടുണ്ടായി. ഇവിടുത്തെ ബീഫ് അത്യാവശ്യം വേവാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ 10-12 വിസിലിട്ടപ്പോഴാണ് കുറച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിനാവശ്യത്തിന് കുറച്ചധികം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമുക്ക് ടേസ്റ്റ് കൂടുതലാവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല. അപ്പോൾ അതിനകത്തോട്ടേക്ക് വീണ്ടും കുറച്ച് ക്രഷ് ചെയ്തെടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് നല്ലോണം മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്തു. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് തക്കാളി നല്ലോണം വേവിച്ചെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾ ഇടുവാണെങ്കിൽ എരിവ് കുറച്ച് കൂടുതലായിരിക്കും. ഞങ്ങൾക്കൊക്കെ പൊതുവെ ബീഫിൻ്റെ റെസിപ്പീസിൽ എരിവ് കുറച്ച് കൂടുതലാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മുളക് പൊടീൻ്റെയൊക്കെ അളവ് കുറച്ചാൽ മതി, കുരുമുളകിൻ്റെയൊക്കെ അളവ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ മസാലപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി അടിച്ച് നല്ലോണം യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്തെടുത്ത് വെച്ച് ബീഫ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം അടക്കമാണ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ലാന്നാണെങ്കിൽ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ടാക്കാം നമുക്ക്. പക്ഷെ എന്താണെങ്കിലും ടേസ്റ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വേവിച്ച് വെച്ച ബീഫ് ഇതിൻ്റെ കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തു, കാരണം ഈ മസാലയൊക്കെ നല്ലോണം ഇതിനകത്തോട്ടേക്കൊന്ന് യോജിച്ച് വരണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇടുന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ല എന്നാണെങ്കിൽ കറിവേപ്പില മാത്രമാണെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക, കാരണം ആ മസാലയ്ക്ക് നല്ലോണം ഒന്ന് യോജിച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക. പൊറോട്ട ഞാൻ റെഡിമെയ്ഡ് പൊറോട്ടയാണ് യൂസ് ചെയ്യുന്നത്. ബീഫ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കോമ്പിനേഷൻ പൊറോട്ടയാണല്ലോ ആദ്യം ഉള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡിയായി. പൊറോട്ട ഞാൻ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു, ആ സമയം കൊണ്ട് ബീഫും റെഡിയായി. നല്ല ചൂടായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളറും ഒക്കെ അടിപൊളിയായിരുന്നു, കാരണം മസാലയൊക്കെ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല കളറും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ പൊറോട്ടയും റെഡിയായി, ബീഫും റെഡിയായി. ഇനി പൊറോട്ട ചൂടോടെ നല്ലോണം കൈവച്ച് അടിച്ചു കൊടുത്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ പൊറോട്ടയും നമ്മളെ ബീഫും എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ടെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്, ടെസ്റ്റർ വരും നമ്മളെ പൊറോട്ടയും ബീഫും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സായുജിനെ വിളിച്ച് സായുജിന് പൊറോട്ടയും ബീഫും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സായുജിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാക്കി എങ്ങനെയുണ്ടായിരുന്നു പൊറോട്ടയും ബീഫും എന്നുള്ളത്.